ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഇവിടെ ഒരു മനുഷ്യനെ വരച്ചാൽ വരുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് തരികയും ചെയ്യും. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ അടുത്ത് ആ ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ലൈവായിട്ട് നമ്മൾ പറയുന്ന ഭാഷയിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്നോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സി ഫോൾഡ് 6 ആണ്. അപ്പൊ ഈ ഒരു ഫോണിന്റെ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്, ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഇതും ഫോൾഡ് 5ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും പുതിയ ഗാലക്സി സി ഫോൾഡ് 6ഉം ഫോൾഡ് 5ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി നമ്മൾ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബോക്സി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എഡ്ജസ് ഒക്കെ കുറച്ചുകൂടെ ഷാർപ്പാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും 5 എന്ന് പറയുന്നത് കുറച്ചുകൂടെ കേർവ് ആയിരുന്നു, ഇതിന് കുറച്ചുകൂടെ ഷാർപ്പ് എഡ്ജസ് ആണ്. അപ്പോൾ ഒരു ബോക്സി ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെറ്റാലിക് ബോഡി വരുന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റ് ഫിനിഷും കൂടെ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല വെയിറ്റിലും കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെയിറ്റ് കുറവാണ്. 239 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത്. മാത്രമല്ല ഇതിന്റെ തിക്നെസ്സും കുറച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ തിൻ ആയിട്ടുണ്ട്. 5.6 mm മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ് വരുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബെസൽസ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ 4 കോർണറിലുള്ള ബെസൽസ് കുറച്ചും കൂടെ കുറവാണ്. അതായത് സ്ക്രീനിന്റെ ആ ഒരു സൈസ് കുറച്ചുകൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. 4 ബോർഡർ മാക്സിമം സ്ക്രീൻ എല്ലാ ബോർഡറിലേക്കും വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്ക് 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്ക് 7.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ സൈസ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നെസ് കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. 2600 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നെസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മൾ അത്യാവശ്യം നല്ല വെയിലത്തും നല്ല വെളിച്ചത്തും ഒക്കെ വെച്ച് നോക്കിയാലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അത് മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും ഫ്രണ്ട് ഡിസ്പ്ലേ ആണെങ്കിലും അതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ പഴയതിനേക്കാളും കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു ലാച്ചസിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ഒരു സൈഡിലെ ആംഗിളിലോട്ടൊക്കെ ചെറുതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അറിയാൻ പറ്റുന്നത്. അതേ പഴയ ഫോണിനേക്കാളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ലാച്ചസ് ഒക്കെയാണ് ഈ ഒരു ഫോൾഡ് 6ൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ 3 ക്യാമറാസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് 50 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും ഉണ്ട്. അതിനകത്ത് 2x ഒപ്റ്റിക്കൽ സൂമിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും ഉണ്ട്. ഈ 12 മെഗാ പിക്സലിന്റെ ക്യാമറയിലെ പുതിയ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10 മെഗാ പിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂമിംഗ് ഉള്ള മറ്റൊരു ക്യാമറയും വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു 10 മെഗാ പിക്സലിന്റെ ക്യാമറ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അകത്ത് നമുക്കൊരു 4 മെഗാ പിക്സലിന്റെ അണ്ടർ ഡിസ്പ്ലേ ഒരു ക്യാമറയും വന്നിട്ടുണ്ട്. നമുക്ക് വെളിയിൽ കാണാൻ പറ്റത്തില്ല, ഡിസ്പ്ലേക്ക് അകത്താണ് ഇരിക്കുന്നത്. അത് ജസ്റ്റ് നമുക്കൊരു വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. മറ്റ് ക്യാമറാസ്, അതായത് ബാക്കിലുള്ള ക്യാമറാസും ഫ്രണ്ടിലുള്ള ക്യാമറയും ഒക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ നല്ലതാണ്. ഇമേജ് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് സെൻസേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാമറ ആയതുകൊണ്ട് അതിൻ്റെ സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസിൽ കിട്ടുന്ന ആ തനതായിട്ടുള്ള ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ യൂസ് ആണെങ്കിലും ശരി, ഗെയിമിംഗ് ആണെങ്കിലും ശരി, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫിസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡ് 6ൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനിയും ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് സാംസങ് എടുത്ത് പറയുന്ന ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ AI ഫീച്ചേഴ്സ് തന്നെയാണ്. ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ AI ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഡീഷണലി ഗാലക്സി AI ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കോൾ അസിസ്റ്റ്, ചാറ്റ് അസിസ്റ്റ്, ഇന്റർപ്രറ്റർ, നോട്ട് അസിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, അങ്ങനെ തുടങ്ങി ഇത്രയും AI ഫീച്ചേഴ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പഴയ ഗാലക്സി 5നേക്കാളും അതുപോലെ തന്നെ S24 അൾട്രയേക്കാളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള
ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൽ കോൾ അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷയിലുള്ള ഒരാളാണ് അപ്പുറത്തെ സൈഡിലുള്ളതെങ്കിലും ലൈവായിട്ട് നമ്മൾ പറയുന്ന ഭാഷയിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ചാറ്റ് അസിസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും മെസ്സേജ് നമുക്ക് കമ്പോസ് ചെയ്ത് തരും. നമുക്ക് എങ്ങനെ എന്ത് മെസ്സേജ് അയക്കണമെന്നുള്ളതൊക്കെ സിസ്റ്റം തന്നെ ചെയ്തു തരുന്ന കാര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈവായിട്ട് കോൺവെർസേഷൻ ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ലിസണിങ് മോഡും ഉണ്ട്. ഇപ്പോൾ കോൺവെർസേഷൻ എനിക്ക് മറ്റൊരാളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഹായ് ഹലോ ഹൗ ആർ യു, ഈ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലേക്ക് തരികയും ചെയ്യും. ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ അടുത്ത് ഇപ്പം ഇംഗ്ലീഷിലുള്ള ആളാണ് അപ്പുറത്തുള്ളതെങ്കിൽ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പം ആളുകൾക്ക് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഇനി അവിടെ ഇരിക്കുന്ന ആൾ എൻ്റെ അടുത്ത് തിരിച്ച് പറയുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ലാംഗ്വേജിൽ ഇവിടെ കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഗാലക്സി ഇതിൻ്റെ ഒരു AI ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സ്കെച്ച് ടു ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കാറിൻ്റെ പോലെ ഒരു പടം ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് സിസ്റ്റം അവിടെ ഒരു കാറിനെ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഒരു കാറ് ശരിക്കും അവിടെ ഉള്ളതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് നോക്കാം. ഇതാ അടിപൊളി ഒരു വണ്ടി അവിടെ ആ ഒരു ഇമേജിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്കത് സേവ് ചെയ്യാം. എനിക്ക് വണ്ടിയുടെ ഏത് ഡയറക്ഷനിൽ വേണേലും പല ടൈപ്പ് കാറുകൾ എന്നുള്ള രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ വരച്ച പടം, ഇതാണ് എനിക്ക് തന്ന പടം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഇവിടെ ഒരു മനുഷ്യനെ വരച്ചാൽ വരുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാവ്! അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യനെ വരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ AI കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വരച്ച ആ സാധനത്തിനെ ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പൊളി. നമുക്കിത് അറിയാൻ വയ്യാത്ത ഭാഷയിലുള്ള ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ബോർഡ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും അതിൻ്റെ ഇൻഫർമേഷനൊക്കെ എടുത്തു തരികയും ചെയ്യുന്ന ആ പഴയ ഗാലക്സി S24 അൾട്രയിലൊക്കെ നമ്മൾ കണ്ട ഫീച്ചർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു രസകരൻ ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ AI ഫീച്ചർ എടുത്തിട്ട് പോർട്രേറ്റ് സ്റ്റുഡിയോയിൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് സ്കെച്ച് ആക്കുകയോ അല്ലെങ്കിൽ വാട്ടർ കളറാക്കുകയോ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ട് നമ്മളുടെ ഫോട്ടോസ് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇത്. ഇത് കണ്ടില്ലേ? ഏത് രീതി വേണമെങ്കിലും നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാം. അവിടെ 3D കാർട്ടൂൺ വരെ നമുക്ക് അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു വാട്ടർമാർക്ക് ഇവിടെ ഈ താഴെ മൂലയ്ക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അടിപൊളിയായിട്ട് എൻ്റെ ലോഗോസും എൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ എനിക്ക് കാർട്ടൂൺ പോലെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ രസകരമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോട്ട്സ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് സമ്മറൈസ് ചെയ്ത് സിമ്പിളാക്കി തരും. അതുപോലെ തന്നെ എനിക്കൊരു വോയിസ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ആ വോയിസ് റെക്കോർഡിംഗ് എനിക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള നോട്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അതിനെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതുവരെയും എനിക്ക് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി അതല്ല എനിക്കൊരു ചെറിയൊരു ഇൻപുട്ട് കൊടുത്ത് അതിനെ ബേസ് ചെയ്ത് വലിയൊരു എസ്സേ എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു എസ്സേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കണ്ടന്റ് ആക്കി എനിക്ക് കൺവേർട്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ AI ഫീച്ചർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഇത് മാത്രമല്ല നമുക്ക് ബ്രൗസിംഗ് അസിസ്റ്റ് ഉണ്ട്. നമ്മൾ വെബ്സൈറ്റിനകത്ത് കയറി നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിനെ കുറിച്ച് അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഷോർട്ടായിട്ട് എനിക്ക് തിരിച്ച് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ പർട്ടിക്കുലർ വെബ്സൈറ്റിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ ഒരു ഫുൾ വെബ്സൈറ്റിനകത്തെ കണ്ടന്റ് മുഴുവൻ എനിക്ക് നോക്കിയിരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. അത് ഷോർട്ട് ഫോമാക്കി ചെറിയ നോട്ടായിട്ട് എനിക്ക് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
4400 mAh ബാറ്ററിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോണിൽ തന്നിരിക്കുന്നത്. കുറച്ചും കൂടെ നല്ലൊരു ബാറ്ററി ആകാമായിരുന്നു എന്നുള്ളൊരു റെക്കമെൻഡേഷൻ എനിക്കുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് S24 കൊടുത്തതുപോലെ കൊടുക്കാമായിരുന്നു. ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത വെർഷനിൽ വരുമായിരിക്കും. എങ്കിലും 4400 mAh ചെറിയ ബാറ്ററി ആയതുകൊണ്ട് ആ 25 വാട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈമിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് തരും. അതുപോലെ തന്നെ 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5G ആണ് സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും എല്ലാത്തിനെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഫോണിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോളിയം ബട്ടണ്, അതുപോലെ തന്നെ പവർ ബട്ടണ്, സിമ്മിനുള്ള സ്ലോട്ട്, ഇവിടെ താഴെ നമുക്ക് സ്പീക്കർ, മുകളിലും നമുക്ക് സ്പീക്കർ കാണാൻ പറ്റും. ഈ സൈഡിൽ സാംസങ്ങിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ബോക്സിനകത്ത് ചാർജറും അതുപോലെ തന്നെ S Pen വരുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഫ്ലിപ്പ് കവർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കവറിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു S Pen വരുന്ന ഒരു ഫ്ലിപ്പ് കവറാണ് നമുക്ക് കിട്ടുന്നത്. അത് എക്സ്ട്രാ നമ്മൾ വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ചാർജറും നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കണം. ഇതിന് നമുക്ക് മൊത്തം 3 കളറിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ കൂടാതെ 2 കളറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 3 വേരിയൻ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ 3 വേരിയൻറ്റിനും പ്രൈസ് എത്രയാണെന്നുള്ളത് പറയാം. 3 വേരിയൻറ്റിനും 12 GB റാമാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഇതിനകത്ത് മെമ്മറി എത്ര വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. 256 GB ആണ് നമ്മൾ മെമ്മറി ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് 1.64 lakh ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി 512 GB ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.76 lakh ആണ് വരുന്നത്. 1 TB ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 lakh ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഒരു ബൈക്കിൻ്റെ പ്രൈസ്. ഇത്രയൊക്കെ പ്രൈസ് ആണെങ്കിലും ഇതാരെങ്കിലും വാങ്ങിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് തന്നെ 8 സെറ്റുകൾ പോയി കഴിഞ്ഞു. അതിൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 1 TBയുടെ 2 ലക്ഷം രൂപയുടെ ഒരു വെർഷൻ ആൾ വാങ്ങിച്ചിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ റിവ്യൂ ചെയ്യാൻ സ്ഥിരം വരുന്ന വഴുതക്കാടുള്ള ട്രാൻസ് ടവറിലുള്ള കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ മറ്റ് ഓഫേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, പഴയ ഗാലക്സി ഫോണുകളാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 15,000 രൂപീസിൻ്റെ ഓഫർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾ റെഡി ക്യാഷ് ആയിട്ട് HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് 15,000ൻ്റെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് EMI സ്കീമിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 8,000 രൂപീസിൻ്റെ ഓഫറും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സോ ആർക്കെങ്കിലും ഈ ഒരു ഫോണിൽ നേരിട്ട് കാണണം, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.